അതുപോലെ ജെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഡാമേജ് ആയിട്ടുള്ളത്. എല്ലാം കൂടെ കൊടുത്തേക്ക്, ഞാൻ വന്നിട്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ. സുഗത, എന്താ വിളിച്ചെന്ന് വെച്ചാലേ 1-2 ട്യൂബുകൾ കത്തുന്നില്ല. പിന്നെ എന്തോ സ്വിച്ചിനൊക്കെ എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ട്, ഏതൊക്കെ ഷോക്ക് എന്നൊക്കെ പറഞ്ഞവള്. അതെ, അത് നോക്കാം. അല്ല ഇനിയിപ്പോ സമയമില്ല, ഞങ്ങളിപ്പോ ഒരു വഴിക്ക് ഇറങ്ങാൻ നിൽക്കുക. എങ്ങടെ എല്ലാരും കൂടി? ഞങ്ങള് ഇവനെ ഡേ കെയറിൽ ചേർക്കാൻ പോവാ. ആണോ? പോവല്ലേ? അല്ല നിനക്ക് ഇതേപോലെ വെച്ചുണ്ടല്ലോ. എന്റെ മോളാണ്. അവളിപ്പോ അംഗനവാടി പോയിക്കൊണ്ടിരിക്ക. അത് ശരി. ഭാര്യയ്ക്ക് ഒരു ചെറിയ ജോലി കിട്ടി, അവള് ഉച്ചവും വരാൻ. അപ്പൊ അതുകൊണ്ട് കൊണ്ട ചേർത്തതാ. പക്ഷെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അവിടെ നേരത്തിന് ഭക്ഷണം ഉണ്ട്, പിന്നെ പാട്ടും കളിയും ചിരിയും. ഇപ്പൊ നേരെ വിളിച്ചാൽ മോള് പറയും എനിക്ക് അംഗനവാടി പോണം എടി നമുക്ക് അംഗനവാടിയിൽ ചേർത്ത പോരെ? അംഗനവാടി ഒന്നും വേണ്ട, ഡേ കെയർ മതി. അല്ല, അംഗനവാടി മോശമൊന്നല്ല കേട്ടോ. അവിടെ കുട്ടികൾക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പിന്നെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കിടത്തി ഉറക്കും, പാട്ടൊക്കെ പാടിയിട്ട്. അമ്മമാര് നോക്കണ പോലെ ടീച്ചർമാര് നോക്കണു. പിന്നെ പോഷകാഹാരമൊക്കെ ഉണ്ട്, അമൃതം പൊടി. നല്ല പുഴരിക്കണതാവും. വേണ്ട, ഇവക്കാണെങ്കിൽ അവിടെ ഒരു പണിയില്ല, തൊട്ടപ്പുറത്ത് അമ്മയുണ്ട്. ഇവർക്ക് 2 പേർക്കും കൂടെ നോക്കിയാൽ പോലെ ഇത്രയും പോകുന്ന ഈ കൊച്ചിനെ. അല്ല, പണി തരുന്നില്ലാണ്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ പ്രായത്തെ കൊച്ചിനൊക്കെ ലാളിക്കാൻ ഒരു അവസരം കിട്ടി പറഞ്ഞ ഭാഗ്യല്ലേ. അതിനെങ്ങനെ അതൊന്നും ചെയ്യില്ലല്ലോ. ഇപ്പൊ ഡേ കെയർ ചേർത്ത് അടങ്ങുന്നുള്ള വാശിയിലാണ്. ഡേ കെയർ ആവുമ്പോ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കും. പിന്നെ ഡേ കെയർ എന്ന് പറയുമ്പോഴാ നമ്മൾ പാരന്റ്സിന് ഒരു സ്റ്റാറ്റസ്. അല്ല, ഇവിടെ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടാ. എന്റെ മോള് ABCD എന്നൊക്കെ പറയും. അപ്പൊ എന്താ തീരുമാനിച്ച പറ. ഡേ കെയറിൽ പോവാം. കാര്യമില്ലാത്ത പണിയാണ്. എന്നാ ശരി, നീ കൂടെ വാ, വഴിയിലിറങ്ങാം. അയ്യോ, ഞാനൊരു കാര്യം പറഞ്ഞു. എനിക്ക് ആ തോമസ് അച്ചായന്റെ അവിടെ ഒരു മിക്സി നേരാക്കാണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. സാറ് വിട്ടോളൂ. അപ്പോ കൃത്യം 9:30 AM നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, 3 PM സ്റ്റോപ്പ് ചെയ്യും. അറൈവൽ, ഡിപ്പാച്ചർ രണ്ടും പങ്ക്ച്വൽ ആയിരിക്കണം, ഒരു വിട്ടുവീഴ്ചയില്ല കാര്യത്തില്. ഇപ്പൊ നിങ്ങൾ കുറച്ച് ഏർലി വരാമെന്ന് വിചാരിക്കൂ, കുട്ടിയെ പിക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഏർലി വരാം, ഒരു 2:59 വരാമെന്ന് വിചാരിച്ചാൽ നോ, ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇവിടെ നമ്മളത് അനുവദിക്കില്ല. ഇനി അഥവാ 3 കഴിഞ്ഞ് 3:01 ആയെന്ന് വിചാരിക്കൂ, കൊണ്ടുപോകാൻ നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അല്ല മാഡം, ഇനിയിപ്പോ അബദ്ധവശാൽ മനുഷ്യരല്ലേ, എങ്ങാനും ഒരു മിനിറ്റ് നേരത്തെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വരരുത്, നേരത്തെ വരരുത്. യെസ്, വരരുത്. ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളുടെ കുട്ടിയുടെ വളർച്ച നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ യു ഷുഡ് കം 3 PM. ഓക്കെ? ഇത് പറയുന്നത് എന്താണെന്നറിയോ, കുട്ടികൾക്ക് പഞ്ച്വാലിറ്റിയെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവണം. അതുകൊണ്ടാണ്, അത് മാതാപിതാക്കളാണല്ലോ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓ പിന്നെന്താ. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് സത്യശീലൻ. ഓ, എന്ത് ചെയ്യുന്നു? ഞാനൊരു തുണിക്കട നടത്തുന്നു. ഓ, എന്താണ്? ടൗണില് പഞ്ചമി സിൽക്സ്. ഓ, പഞ്ചമി ഷോപ്പ്. അതൊരു വലിയ ഷോപ്പാണല്ലോ. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ അഡ്മിഷൻ എടുത്താൽ മതി, നമുക്ക് നിർബന്ധമില്ല. ഓക്കെ? അപ്പൊ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ പാരന്റ്സ് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. കുട്ടി ഇവിടെ കൊണ്ടുവന്നാക്കുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും സൈക്കിൾ, 2 വീലർ, ഓട്ടോ ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊന്നും അനുവദിക്കില്ല. പിന്നെ നിങ്ങൾ കാറിൽ തന്നെ വരണം. അത് കുറച്ച് വില കൂടിയ കാറിൽ തന്നെ വരണം. അത് ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആണ്. സാധിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വലിയൊരു ഷോപ്പ് നടത്തുന്ന സാറല്ലേ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പാരന്റ്സ് ഇതുപോലുള്ള ചീപ്പ് കോസ്റ്റ്യൂമിൽ ഇവിടെ വരാൻ പാടില്ല. അതെന്താ അങ്ങനെ സംഭവിച്ചത്? ഓൾഡ് സ്റ്റോക്ക് ആണോ നിങ്ങൾ ഉപയോഗിക്കാറ്? അതായത് സാരി ഉടുത്തോണ്ട് വരേണ്ട കാര്യമില്ല. ഇൻ കേസ് നിങ്ങൾ സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ ഇതേപോലെ ട്രെൻഡി ആയിട്ടുള്ള സാരീസ് യൂസ് ചെയ്യണം. ഓക്കെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാച്ച, ജീൻസ് ആൻഡ് ടോപ്പ്, പലാസോ, അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാലോ. അല്ല, അതിപ്പോ ഓരോ ആളുകൾക്കും ഓരോരുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? അല്ല, ഇവിടെ വരുമ്പോ ഞങ്ങളുടെ രീതികൾ ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. പിന്നെ ഇതേപോലെ നോർമൽ ആയിട്ടുള്ള മേക്കപ്പ് ഇവിടെ അനുവദിക്കില്ല. നല്ല ഡാർക്ക് കളർ ലിപ്സ്റ്റിക് മസ്റ്റ് ആണ്. ഹെയർ കുറച്ചും കൂടി ട്രെൻഡി ആക്കണം. അല്ല മാഡം, ഇനിയിപ്പോ കൊച്ചിനെ വിളിക്കാൻ വരുന്നത് ഞാനാണെങ്കിൽ ഞാനും ഈ ലിപ്സ്റ്റിക് ഇടണോ? അയ്യോ, വേണ്ട. സാറിന്റെ ഹെയറിൽ എന്തെങ്കിലും ഒരു സ്റ്റൈലൈസ് ചെയ്തിട്ട് സാറിന്റെ മുടി വേണമെങ്കിൽ ഇത് ഇങ്ങനെ നിർത്താം. ഇതിങ്ങനെ ഈ മുള്ളമ്പന്നിക്ക് ദേഷ്യം വന്ന പോലെ ഇതിങ്ങനെ നിർത്താം.
പിന്നെ ജീൻസ് ഒന്ന് അല്പം ഇറക്കിയിട്ടാൽ നന്നായിരിക്കും. അത് അതിന്റെ പൊസിഷൻ അറിയാലോ, നിങ്ങൾക്കത് കൃത്യമായിട്ട്. ശീതു, അപ്പോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ പൊട്ട കണ്ണട എടുത്ത് മാറ്റുക. യു ക്യാൻ യൂസ് കൂളിംഗ് ഗ്ലാസ്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ പാൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. അപ്പൊ പാന്റ് വേണ്ടേ? അങ്ങനെയല്ല, ഒരു ജീൻസ് യൂസ് ചെയ്യൂ. ഓക്കെ. ഇക്കാത് ഓട്ടയുണ്ടോ അവിടെ? ഇപ്പൊ ഇല്ല. എന്തെങ്കിലും ഒരു ഇത് ഇട്ടോളൂ കേട്ടോ, ഒരു കടുക്കൻ പോലെ എന്തെങ്കിലും ഒരു സ്റ്റഡ് ചെയ്തു. ഇങ്ങനെ ഇടയ്ക്ക് മുടി ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ വരികയാണെങ്കിൽ കുറേ കൂടി ഒരു ട്രെൻഡിയാണ്. That is in front of you, madam. That is in front of you, madam. അല്ലാണ്ട് പറയാൻ പറ്റിയ that is in front of you, madam. Excuse me. മൊയ്തു, മൊയ്തു. That is in front of you, madam. പഠിച്ചോനെ കാത്തോളേ. മൊയ്തു, മൊയ്തു. bring the admission register. That is in front of you, madam. മൊയ്തു ഇവിടുത്തെ പിയൂണാണ്. BA ഇംഗ്ലീഷ് ആട്ടോ. 12,000 സാലറി ഉണ്ട് അദ്ദേഹത്തിന് ഇവിടെ. 3 മാസത്തേക്കുള്ളതാ. ഷീതു, നമ്മുടെ ക്ലാസ്സിന്റെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഇവിടെ 9:30 മുതൽ 10:30 വരെ എൻജോയ്മെന്റ് അവേർഡാണ്. ആ ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് ഈ വെസ്റ്റേൺ മ്യൂസിക് അതുപോലുള്ള എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് പ്ലേസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ടീ ബ്രേക്ക് ആണ്. ടീ ബ്രേക്കിന് എന്താ ഉണ്ടാവുക കഴിക്കാൻ? ടീ ബ്രേക്കിന് ബിസ്ക്കറ്റും 20 മില്ലി കോളേ ഓരോ കുട്ടിക്ക്. അത് കുട്ടി കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ പിന്നെ സാറിന് വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും, പിറ്റേന്ന് എടുത്തു കൊടുക്കും. വേണമെങ്കിലേ കുട്ടികൾക്ക് ആവശ്യാനുസരണമായിട്ട് കഴിക്കാം. മസ്റ്റ് ആയിട്ടും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടുമ്പോ നൂഡിൽസ് കൊടുത്തു വിടാൻ ശ്രദ്ധിക്കുക. അതെ. ഓക്കെ. അതല്ലാതെ ചോറ്, മീൻകറി, പുട്ട്, കടല, അപ്പം, നോ, അതൊന്നും നമ്മളിവിടെ അലോ ചെയ്യില്ല. ഞങ്ങള് വീട്ടിൽ ഈ നൂഡിൽസ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. സോ സാഡ്. അത് നിങ്ങൾ ഇനി അത് ശീലമാക്കണം. ഇവിടെ നമുക്ക് അതേ പറ്റുള്ളൂ. ഒരു വീടുകളിൽ കുട്ടികൾ ന്യൂഡിൽസ് തരും കരയും. അതായത് അതല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ മറ്റുള്ളവരുടെ പാത്രത്തിൽ നോക്കുക, അതിൽ നിന്ന് കുറച്ചെടുക്കുക. കുട്ടികൾ ഫുഡ് ഷെയർ ചെയ്യാൻ പാടില്ല. നമുക്ക് നല്ല സെൽഫിഷ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കണം. മേഡം, കുട്ടികള് സെൽഫിഷ് ആവാതിരിക്കുന്നല്ലേ നല്ലത്. അത് പഴയ കാലം. ഇപ്പൊ നമ്മളൊരു ന്യൂ ജനറേഷനെയാണ് വാർത്തെടുക്കുന്നത്. അപ്പൊ അവർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണ് വേണ്ടത്. അല്ലെങ്കിൽ അവര് മറ്റുള്ള കുട്ടികൾ ഈ കുട്ടികളെ ചൂഷണം ചെയ്യും. യെസ്. പിന്നെ അതിനുശേഷം 1 hour മെഡിറ്റേഷൻ ആണ്. അതെ. കുട്ടികൾ ആരും കണ്ണ് തുറക്കാൻ പാടില്ല, കണ്ണടച്ചിരുന്ന മെഡിറ്റേഷൻ ആണ്. അത് കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് ടൈം. അപ്പൊ കുട്ടി ഉറങ്ങിയില്ലെങ്കിലോ? ഉറങ്ങൂല, കാരണം സ്നേഹം കൊടുത്തിട്ട് അവിടെ ഉറക്കലേ. അതൊന്നും നിങ്ങൾ വറി ചെയ്യേ വേണ്ട. കുട്ടിയെ ഞങ്ങൾ ഏൽപ്പിച്ചാൽ മതി. എനിക്ക് മോനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഹായ് മോനു. ഹായ്. വാട്ട്സ് യുവർ നെയിം? ബേബി, വാട്ട്സ് യുവർ നെയിം? മേഡം, അവന് ഇംഗ്ലീഷ് അറിയില്ല. മൈ ഗോഡ്. പേര് പറഞ്ഞെടുക്കും മോനെ, പേര് പറഞ്ഞെടുക്കും. ഓക്കെ ഓക്കെ, വെൽ വെൽ വെൽ. എത്ര വയസ്സായി കുട്ടിക്ക്? 2 years ആയി കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല. വാട്ട് ഈസ് ദിസ്? പിന്നെ സോ പിറ്റി. മോനെ, എക്സ്ക്യൂസ് മീ, ഒരു പാട്ട് പാടാൻ പറയും. ഒരു പാട്ട് പാടി. പൂമണം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലില്ലാമേ പയക്കാലം പങ്കായം പൊക്കി നാം നോക്കി, അവരെ നീ നോക്കി. 40 പേർ ചിത്തമാരും മോനിട്ട് നോക്കി. ആരാണ് ഇങ്ങനെയുള്ള ചീപ്പ് സോങ്സ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത്? അപ്പോ എങ്ങനെയുള്ള ഫീസിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോ പേ ചെയ്യുന്നുണ്ടോ? അത് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. അതാ നല്ലത് അല്ലേ? അല്ല, ഓക്കെയാണ് മാഡം. അല്ല, നിങ്ങൾ ഇവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനൊക്കെ വില്ലിംഗ് ആണോ? ഓക്കെയാണ്. പറയൂ. ഹസ്ബൻഡ് ഒന്നും പറയുന്നില്ല. ഓക്കെ. അപ്പൊ മൊയ്ത് ഒരു കാര്യം ചെയ്യൂ, അവരെ ഒന്ന് ക്ലാസ് റൂംസ് ഒക്കെ ഒന്ന് കാണിച്ചു. മോനെ വാ, ക്ലാസ് റൂം കാണാം, വാ.
പൈസ പൈസ അവിടെ അടച്ചോ. ആ. ഇപ്പൊ എന്നാ ഓക്കെ ഓക്കെ. ഒരു കുട്ടിയുണ്ടോ? ആ ഒരാളെ നിങ്ങളോട് ഈ പൊട്ട കണ്ടം വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഈ ആളുകൾ ഇരിക്കുമ്പോ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ശ്യാമു. പോയില്ലേ? ഇത് വെച്ചില്ലെങ്കിൽ എനിക്ക് കണ്ണ് കാണില്ല. ഒന്നില്ല മുറി രണ്ട് ലെൻസ് എടുത്ത് കുത്തി കയറ്റി വെക്കാനായിട്ട് അതും കേൾക്കൂല. ഇവിടെ നോക്കേ, 12,000 വായിൽ വരുവുള്ളൂ നിങ്ങളുടെ 12,000 എത്ര മാസം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല എന്നൊരു 100 പ്രാവശ്യം പറഞ്ഞതാ. മര്യാദക്ക് ഞാൻ പറയണ കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളണം. ഇല്ലെങ്കിൽ ശ്യാമള ആരാന്ന് നിങ്ങൾ അറിയും. താളം പിടിക്കുന്നു പാട്ടിന്. മലയാളം പാട്ട് ആസ്വദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് നന്നായി പാടിയില്ലേ? എല്ലാത്തിനെയും അങ്ങനെ അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ലേ. നീ ഇപ്പോഴേ എന്തിനാ കൊച്ചിനിവിടെ ആക്കിയത്? ഇത് കരയെങ്ങാനും ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടാ. നാളെ കൊണ്ടുവന്ന് ആക്കിയ പോരെ? ഒരു ദിവസം മുമ്പേക്ക് ഒരു ദിവസം മുമ്പ് തുടങ്ങണല്ലേ നല്ലത്. അവൻ പഠിക്കട്ടേന്ന്. ഓ ഇനിയിപ്പൊ അവനങ്ങോട്ട് പഠിച്ചിട്ടാണ്. അതേ ഇവരുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ് തന്നെ എന്തോ ഒരു കുഴപ്പം പിടിച്ചാട്ടോ. ആ സ്ത്രീ എന്തൊക്കെയാ സംസാരിച്ചത്? അവര് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നല്ല കാര്യങ്ങളാ പറഞ്ഞത്. എന്താ അവര് പറഞ്ഞത്? നമ്മൾ കുറച്ച് മോഡേൺ ഒക്കെ ആവണ്ടേ. ഇത് മോഡേണാണ്. ഞാൻ എന്റെ മുടിയൊക്കെ ഇങ്ങനെ ചറപ്പിച്ച് നിർത്തിയിട്ട് മറ്റേ മുള്ളമ്പതനമാര് നിർത്തണം എന്ന് പറഞ്ഞതാ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. പിന്നെ നിന്റെ ഈ സാരിക്ക് എന്താ കുഴപ്പം? എന്റെ ഈ ഷർട്ടിന് എന്താ പ്രശ്നം? ഇതൊക്കെ ഭയങ്കര ബോറാണ്. പിന്നെ അവര് എന്താ പറയുക, ജീൻസ് ഇടണം, ജീൻസ് ഇട്ട് വരാം. എന്റെ പട്ടി വരും ജീൻസ് ഇട്ടിട്ട്. പിന്നെ 2 വയസ്സായ കുട്ടി ഇംഗ്ലീഷ് പറഞ്ഞില്ല, അത് ഭയങ്കര കുറവാത്രേ. എങ്ങനെ 2 വയസ്സായ കുട്ടി ഇംഗ്ലീഷ് പറയണത്? ഇംഗ്ലീഷുകാരന്റെ കുട്ടിയൊന്നുമല്ലല്ലോ, നമ്മുടെ കുട്ടിയല്ലേ. നമ്മുടെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടിട്ടല്ലേ ചേട്ടാ. നീ ഒന്നും മിണ്ടാട്ടിരുന്നേ വെറുതെ. ഇനി അത് കരയോന്ന് അറിഞ്ഞൂടാട്ടാ. കറിയൊന്നുമില്ല, നടന്നേ. ഇതൊക്കെ ശീലിക്കട്ടേന്ന്. മറിമായം. ഇത് എന്താ പ്രശ്നം? അത് ഷോർട്ടേജാണ്. എന്ത് ഷോർട്ടായിട്ട് വയറ് എന്തൊക്കെ നീ പറയുന്നത്? അല്ലാതെ ഷോർട്ടായിട്ട് വയറ് കത്തിയതാണ് സാർ. അപ്പൊ ശരിയാക്കാൻ. അതെ ആ നിന്റെ അംഗനവാടിക്കാരി എന്ത് പറയണു? ഒന്നും പറയണ്ട സാറേ. നേരെ വെളിച്ചായ കഥ പറയലും പാട്ടുപാടില്ല ടീച്ചർ പറഞ്ഞു കൊടുത്ത്. അത് ശരി. അപ്പൊ ദാ വെളിച്ചായ അപ്പറങ്ങും. അംഗനവാടി പോണം ടീച്ചർ കഥ പറഞ്ഞു തരും. അതെല്ലേ. ഇവിടെ നേരെ തിരിച്ചാടോ. എന്താ ഡേ കെയർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ചെക്കൻ തിരിഞ്ഞാട് നിൽക്കും. പിന്നെ കരച്ചിലും പിഴിച്ചിലും എങ്ങനെയൊക്കെയോ ആണ് കൊണ്ടുപോയി ആക്കണത്. അതെന്താ? ആ ആർക്കറിയാം. സാറാ സ്വിച്ചിട്ട് നോക്കിയ. ആ ഓക്കെ. ആ ഏട്ടാ ഇത് നോക്കിയേ, കുഞ്ഞിന് ഭയങ്കര പനി. പനിയോ? ഈ കാണിന് കണ്ടോ, അടികിട്ടി പാടുപോലെ. സാറാ അത് ചോറിലോണ്ട് അടിച്ചെന്നെ കേട്ടോ. അവര് കുട്ടികളെ തല്ലുവോ? കുട്ടികൾ തമ്മിൽ അടികൂടിയതാവും. അതെ മുത്തേ, നിങ്ങൾ കുട്ടികൾ തമ്മിൽ തല്ലൂടിയാ? എന്നാലും ടീച്ചർ ഇങ്ങനെയൊക്കെ തല്ലു. അത് മാത്രല്ല ഏട്ടാ, ഇന്നലെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേ കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. അതേടോ, ഞാൻ വരുമ്പോഴും ഉറങ്ങാണ്. അല്ലെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് എന്റെ ചോള് കിടത്തിട്ട് അവ ഉറങ്ങാറുള്ളൂ. അതെന്തപ്പ അങ്ങനെ ഒരു ഉറക്കം? നമുക്കൊന്ന് അന്വേഷിക്കേണ്ടത്. പിന്നെ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാന്ന് പറഞ്ഞാ അവിടെ പോയിട്ട് 24 മണിക്കൂർ നിൽക്കാൻ പറ്റുമോ നമുക്ക്? അല്ല അത് വേണ്ട. അവിടെ ജോലി ചെയ്യണം മൊയ്തുണ്ടല്ലോ, അവന്റെ ഒരു കൂട്ടുകാരനാ. ഞങ്ങളൊന്നും വൈകിട്ട് കൂടാറുള്ളതാണ്. അവനോട് അന്വേഷിക്കാം അവിടെ എന്താ നടക്കണെന്ന്. അയ്യോ, അപ്പൊ നാളെ ഡേ കെയറിൽ വിടാൻ പറ്റില്ല അല്ലേ? ആദ്യം ആശുപത്രി കാണിക്കാം. ഡ്രസ് മാറ്റുവാ സാറാണ്ട് ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം? ഓ ഇനി എവിടെ ഒന്നുമില്ലടോ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അതിന്നോണ്ട് അംഗനവാടി ഉണ്ട് അവിടെ, വലിയ ഇതല്ലേ. അങ്കിൾ പ്ലീസ് ലിസൺ. അപ്പോ കുട്ടിയെ നാളെ തന്നെ കൊണ്ടുവരിക. അത് നാളെ തന്നെ കൊണ്ടുവരും. കറക്റ്റ് ടൈം ആയിരിക്കണം. അത് അവന്റെ അമ്മയുണ്ടാവും കൂടെ. ഓക്കെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തി നമ്മൾ എന്തെല്ലാം കാര്യമാണ് ഇവിടെ കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കേണ്ടത്? അതെല്ലാം ശ്രദ്ധിക്കണം. എന്തെല്ലാം എങ്ങനെ വരണം എന്നാ പറഞ്ഞത്? നടന്നു വരണം. കാറെന്ന് പറഞ്ഞിരുന്നു. വില കൂടിയ കാറില്. വില കൂടിയ കാറില് തന്നെ വരണം. പിന്നെ ഡ്രസ് എന്തൊക്കെയാ പറഞ്ഞത്? കോട്ട്. ലേഡീസോ? ലാഞ്ച. അയ്യോ ലാഞ്ചയല്ല, ലാച്ച.
അതെന്താ? അത് സ്ത്രീകൾക്ക് മനസ്സിലാവും പറഞ്ഞാൽ കേട്ടോ. പിന്നെ പിന്നെ ലഞ്ചോ? ലഞ്ചും ലാച്ചയും മാറിപ്പോവരുത്. ലാഞ്ച അല്ല, മനസ്സിലായോ? ലഞ്ച് എന്ന് പറഞ്ഞാല് കഴിക്കാനുള്ളത്, ലാച്ച ഡ്രസ്സാണ്. ലഞ്ച് എന്ത് കൊണ്ടുവരണം എന്നാ പറഞ്ഞേ? നൂഡിൽസ്. അങ്കിൾ എല്ലാം മറക്കുന്നു. എന്തൊക്കെയാ നാളെ ചെയ്യണ്ടേ? കാറ്, ലിപ്സ്റ്റിക്, ട്രെൻഡി ഡ്രസ്, ലഞ്ച്, ഇതെല്ലാം മറക്കാതെ നാളെ ചെയ്യണം. അല്ല, കുട്ടിയെ കൊണ്ടുവരണ്ടേ? കുട്ടിയെ കൊണ്ടുവരണം, അത് മസ്റ്റ് അല്ലേ? അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക, ഫീസും അവിടെ അടയ്ക്കുക. ഓക്കെ മൊയ്തു? That is in front of you, madam. മനസ്സിലാവാത്തോണ്ട് കുഴപ്പമില്ല. അതെ, അദ്ദേഹത്തിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ടൊന്ന് കാണിച്ചു കൊടുക്കും. ചെല്ലോ. ഓ, രണ്ടുപേരും ഒരേപോലെ. ആദ്യം ഈ അങ്കിളെ ഒരു വർഷം ഇവിടെ ചേർത്ത് പഠിപ്പിക്കായിരുന്നു നമുക്ക്. ഒന്നും മനസ്സിലാവുന്നില്ല. ഷീതു, മാഡം, ആ സൗരവ് എന്ന് പറഞ്ഞ ചക്കല്ലേ? സൗരവ് ആ പഞ്ചായത്ത് മെമ്പർ. ആ പഞ്ചായത്ത് മെമ്പറുമായി എന്തെത്തും നിലവിളിക്കണം. എത്ര നേരം ഞാൻ ശ്രമിക്കണം, ഉറങ്ങണമില്ല ചക്കെ. അവൻ സ്നേഹം കൊടുക്കൂ. എത്ര വെച്ച കൊടുക്കുക സാറേ? ഇത് സ്നേഹത്തിന്റെ പിൽസ് ഇല്ലേ, അത് പൊടിച്ചു കൊടുക്കൂ. അല്ല, അതൊന്ന് മുഴുവൻ കൊടുക്കണോ? ഒരെണ്ണം മുഴുവൻ കൊടുക്കാറുണ്ടോ? ഹാഫ് അല്ലേ കൊടുക്കാറുള്ളൂ? പൗതിയല്ലേ? പൗതി നമ്മൾ കൊടുത്തു, എന്നിട്ടും ചെക്ക ഉറങ്ങില്ലാന്ന്. ആഹാ, അപ്പൊ അവനെ വേറെ സ്നേഹം കിട്ടാഞ്ഞിട്ടാ. അയ്യോ, ഞാൻ കൊടുത്തോളാം. വേണ്ട മേഡം, ഞാൻ എങ്ങനെയെങ്കിലും ഉറക്കിക്കോളാം ചെക്കനെ. വേണ്ട, നിങ്ങളൊക്കെ ഓല ഹൃദയർ, അവൻ എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് വേണ്ട ശ്യാമു. മേഡം, ചിലപ്പോ പറയണ്ടില്ലേ, ഭദ്രകാളി പോകുമ്പോലെ പോയി. പാവം കുട്ടിയാ. എനിക്ക് തന്നെ ആ വടിയുടെ വേദന സഹിക്കുന്നില്ല. കഷ്ടം. മറിമായം